കമ്മോൺ ഗൈസ്. അപ്പം നമ്മൾ രണ്ടാളും കൂടി കെട്ടി ഒരുങ്ങി എങ്ങടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് എടുക്കാനാണ്. അതായത് കല്യാണമൊക്കെ അടുത്ത് വരാറായി. അപ്പം നമുക്ക് ഡ്രസ്സ് എടുക്കണമല്ലോ. അപ്പം ചിന്നുവിനെ എടുക്കാനായിട്ട് നമ്മൾ പോവാട്ടെ. എനിക്ക് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ചിന്നു ബാംഗ്ലൂർ ആയതുകൊണ്ട് അവളിപ്പോൾ നാട്ടിലേക്ക് വന്നുകൊണ്ട് നമ്മളെല്ലാവരും കൂടി പോകണില്ല. ഞാൻ അവളും കൂടി മാത്രം പോണിട്ട് ഡ്രസ്സ് എടുത്തിട്ട് വരാമെന്ന് വെച്ചു കേട്ടോ. അപ്പം നമ്മൾ സാരി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാനാണ് ഉദ്ദേശം. അപ്പം നമ്മൾ പോയത് ഫസ്റ്റ് തന്നെ ജയലക്ഷ്മിക്കാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് കുറേ സാരികൾ ആ ചേച്ചിമാർ ഇങ്ങനെ നിരത്തി തന്നു കേട്ടോ. അപ്പം നമ്മൾ ഇഷ്ടമുള്ള കളറൊക്കെ ചൂസ് ചെയ്ത് അവൾക്ക് വെച്ചെടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവളിങ്ങനെ എല്ലാ കളറും വെച്ച് നോക്കിയിട്ട് എന്നോട് പറയുന്നുണ്ട് ഇതൊരു ജാതി കളറായിട്ടുണ്ടെന്ന്. പക്ഷെ അതല്ല ട്വിസ്റ്റ്. നമ്മൾ ഉദ്ദേശിച്ച കളർ വേറെ, എടുത്ത കളർ വേറെ. അതാണ് കേട്ടോ ഇതിന്റെ ട്വിസ്റ്റ്. കാരണം വെച്ചെങ്കിൽ ഇവിടുന്ന് പറഞ്ഞു പോയ കളറും അവിടെ എത്തിയപ്പോൾ വേറെ കളറായിരുന്നു നമ്മൾ എടുത്തിട്ട് പോകുന്നുണ്ടാകുന്നത്. പിന്നെ ഇപ്പോഴത്തെ മോഡൽ കോൺട്രാസ്റ്റ് അല്ലേ. അപ്പം നമുക്ക് അതും കൂടി ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് കുറേ സാരി അവൾ വെച്ച് നോക്കിയിട്ട് അപ്പം അതിന് ഇഷ്ടപ്പെട്ട സാരിയൊക്കെ എടുത്തു. പിന്നെ ഈ ഓറഞ്ച് കണ്ടപ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് എടുത്തില്ല കേട്ടോ. പിന്നെ ഈ ഒരു കളറൊക്കെ അവളെ മുഖത്തിന് ചേർന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു കളർ സെലക്ട് ചെയ്തോ നമുക്ക് കല്യാണത്തിന് ഇട്ട് കാണാം കേട്ടോ. അപ്പം ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോൾ നമ്മൾ ഈ ലെഹങ്കകളൊക്കെ കണ്ടുട്ടാ. അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല റേറ്റും ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ എല്ലാതും ഇങ്ങനെ നോക്കുമായിരുന്നു. റിസപ്ഷന് ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ നോക്കി നിന്ന് നമ്മൾ അടിക്ക് പോകുന്ന വെച്ചാൽ ഷാള് തപ്പാനായിട്ട് ഇതിന് മാച്ചായിട്ട്. അപ്പം ഷാള് തപ്പി കിട്ടിയില്ല. അപ്പം ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുത്തെന്ന് വെച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പേയ്മെന്റ് കൊടുക്കാനായിട്ട് നിന്നു. പേയ്മെന്റ് കൊടുത്ത് സാധനം കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങോട്ട് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തമ്പള്ളിയിൽ അടിക്ക് പോയി ഷാള് തപ്പാനായിട്ട്. നമുക്ക് ക്യൂനിക്ക് പോകണ്ട ആവശ്യം. അപ്പോൾ നമുക്ക് സാധനം കിട്ടുന്ന വെച്ചാൽ പക്ഷെ നമുക്ക് കിട്ടിയില്ല കേട്ടോ. കാരണം ആ ഒരു കളർ അവിടെ ഉണ്ടാകുന്നില്ല. ഷെൽ വർക്ക് വരുന്ന മോഡലായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ നമ്മൾ പരാഗി പോകാന്ന് വെച്ചു. പരാഗിൽ എന്തായാലും കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. കാരണം അവിടെ എല്ലാ തരം തുണികളും ഉണ്ട്. രാഗത്തിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഈ പരാഗ് വരുന്നത്. അപ്പം നല്ല അഫോർഡബിൾ റേറ്റ് ആണ്. പ്രിന്റഡ് വർക്കും ഉണ്ട്, പിന്നെ ഷെൽ വർക്കും എല്ലാം നല്ല അടിപൊളി സാധനങ്ങൾ ഉണ്ട് കേട്ടോ അവിടെ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് കിട്ടി തുണി. അപ്പം നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകാന്ന് വെച്ചാൽ പറയുന്നത്. ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ സമയം പോകണമെന്ന് അറിയില്ല. അപ്പം നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് അപ്പം ഓക്കേടാ.